അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 1ാം ഭാഗത്തിലെ രണ്ടാമത്തെ പാഠം അഹ്കാമുൻ നൂൻ സാക്കിനത്തി വത്തൻവീൻ 1. സാക്കിന നൂൻ്റെയും തൻവീൻ്റെയും വിധികളെക്കുറിച്ച് പറയുന്ന 1ാമത്തെ പാഠമാണ്. 2 പാഠങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് പാഠം വായിക്കാം. തജ്വീദ് നിയമങ്ങളിൽ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇദ്ഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാമും ബിലാ ഗുന്ന, ഇഖ്ലാബ്, ഇഖ്ഫാഇ എന്നീ 5 നിയമങ്ങളാണവ. ഈ 5 നിയമങ്ങളാണ് എന്തിനുള്ളത്? സാക്കിനായ നൂനിനും തൻവീനിനുമുള്ളത് 5 നിയമങ്ങളാണ്. ആ 5 നിയമങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇദ്ഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, ഇഖ്ലാബ്, ഇഖ്ഫാഇ. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ 3ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചതാണ്. ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിലൂടെ ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. ഹൽക്കിൻ്റെ അക്ഷരങ്ങളായ ഹംസ്, ഹാ, ഐന്, ഹാ, ഗൈന്, ഖാ എന്നീ 6 എണ്ണം ഇദ്ഹാറിനും, ഈ 6 അക്ഷരങ്ങൾ ഇദ്ഹാറിൻ്റെതാണ്. നൂന്, വാവ്, മീമ്, യാ എന്നിവ ഇദ്ഗാം ബിഗുന്നക്കും, ലാമ്, റാ എന്നീ 2 അക്ഷരങ്ങൾ ഇദ്ഗാം ബിലാ ഗുന്നക്കും ഉള്ളതാണ്. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ എന്താ? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹംസ്, ഹാ, ഐന്, ഹാ, ഗൈന്, ഖാ ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനെയും വെളിവാക്കി ഉച്ചരിക്കണം. ഇനിയോ ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ എന്താ? സാക്കിനായ നൂൻ്റെയോ തൻവീൻ്റെയോ ശേഷം നൂന്, വാവ്, മീമ്, യാ ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഗുന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. അടുത്തത് ഇദ്ഗാം ബിലാ ഗുന്നയാണ്. ഇദ്ഗാം ബിലാ ഗുന്ന എന്നാൽ സാക്കിനായ നൂൻ്റെയോ തൻവീൻ്റെയോ ശേഷം ലാമ്, റാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം ഇൻഷാ അല്ലാഹ്. താഴെ കൊടുത്ത ആയത്തുകളിൽ നിന്ന് ഈ 3 നിയമങ്ങൾ നമുക്ക് കണ്ടെത്താം. ഈ 3 എണ്ണം, അതായത് ഇദ്ഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഖയ്യിമല്ലി, ഖയ്യിമല്ലി സാക്കിന തൻവീന് ശേഷം ലാമ് വന്നു. തൻവീന് ശേഷം ലാമ് വന്നപ്പോൾ ഗുന്നത്ത് കൂടാതെ എന്ത് ചെയ്തു? ഇദ്ഗാം ചെയ്തു. ഖയ്യിമല്ലി അങ്ങനെയാണ് ഓതുക. ഖയ്യിമല്ലി, ഖയ്യിമല്ലി. ഓക്കെ. ഇനി അടുത്തത് രണ്ടാമത്തെ ശദീദമ്മിൻ, ശദീദമ്മില്ലദുൻ, ശദീദമ്മില്ലദുൻ ഇവിടെ 2 എണ്ണം ഉണ്ട്. ശദീദ് എന്നുള്ള തൻവീന് ശേഷം മീമ് വന്നു, ഇദ്ഗാമും ബിഗുന്നയാണ്. അതുപോലെ തന്നെ സാക്കിനായ നൂനിന് ശേഷം ലാമ് വന്നു, ലാമ് ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരമാണ്. അപ്പോൾ ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്തു. മില്ലദുൻഹു, മില്ലദുൻഹു, മില്ലദുൻഹു. ഓക്കെ. അങ്ങനെ ഇവിടെ പറഞ്ഞതും ഇദ്ഗാം ബിലാ ഗുന്നയാണ്. ഇനി അജ്റൻ ഹസനൻ തൻവീന് ശേഷം ഹ വന്നു. ഹ ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്, അപ്പോൾ തൻവീനിനെ വെളിവാക്കി. ഇനി ഇങ്ങനെ പോന്നാൽ മാലഹും ബിഹി മിൻ ഇൽമിൻ, മിൻ ഇൽമിൻ വല 2 എണ്ണം ഉണ്ട് ഇവിടെ. മിൻ, മിൻ ഐ സാക്കിനായ നൂനിന് ശേഷം ഐന് വന്നു. ഐന് ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്, നൂനിനെ വെളിവാക്കി. ഇനി മിൻ ഇൽമിൻ വല തൻവീന് ശേഷം വാവ് വന്നു. വാവ് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്, ഗുന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. മിൻ ഇൽമിൻ വല അങ്ങനെയാണ് ഓതേണ്ടത്. അടുത്തത് മിൻ അഫ്വാഹിഹിം, മിൻ അഫ്വാഹിഹിം എന്നുള്ളിടത്ത് സാക്കിനായ നൂനിന് ശേഷം ഹംസ വന്നു. ഹംസ ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്, അപ്പോൾ സാക്കിനായ നൂനിനെ വെളിവാക്കണം. മിൻ അഫ്വാഹിഹിം. അടുത്ത യഖൂലൂന സാക്കിനായ നൂനിന് ശേഷം യാ വന്നു. യാ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. അപ്പോൾ ഗുന്നത്തോടു കൂടി എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. എങ്ങനെ? യഖൂലൂന, യഖൂലൂന. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളതും നോക്കുക. അവിടെ കൃത്യമായിട്ട് ഈ 3 എണ്ണമാണ് നോക്കേണ്ടത്. ഇദ്ഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന അക്ഷരങ്ങൾ നോക്കി വെക്കുക. പിന്നെ സാക്കിനായ നൂനോ തൻവീനോ കണ്ടാൽ അതിൻ്റെ ശേഷം ഏത് അക്ഷരമാണ് വന്നിട്ടുള്ളത്, ഈ പറഞ്ഞ അക്ഷരത്തിൽപ്പെട്ടതാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഖ്ഫാൻ്റെയും ഇഖ്ലാബും ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ അതിൻ്റെ ചർച്ച വരും. അടുത്ത തദ്രീബാത്താണ്. നുജീബ് ഒന്ന് ഉത്തരം എഴുതാനാണ്. അഹ്കാമുൻ നൂന് സാക്കിനത്തി വ തൻവീൻ എത്ര? സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ എത്രണതാ? ആൻസർ 5. 2 അഹ്കാമുൻ നൂന് സാക്കിനത്തി വ തൻവീൻ ഏതെല്ലാം? സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ ഏതെല്ലാം? ഇദ്ഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, ഇഖ്ലാബ്, ഇഖ്ഫാഇ. 3 ഹുറൂഫുൽ ഹൽഖ് ഏതെല്ലാം? ഹുറൂഫുൽ ഹൽഖ് പറഞ്ഞാൽ ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങളാണ്, അതിൻ്റെ പേര് തന്നെയാണ് ഹുറൂഫുൽ ഹൽഖ്. ഹംസ്, ഹാ, ഐന്, ഹാ, ഗൈന്, ഖാ. ഇനി 4ാമത്തേത് ഇദ്ഗാമും ബിലാ ഗുന്നയുടെ ഹർഫുകൾ ഏവ? ആൻസർ ലാമ്, റാ. 5 ഇദ്ഗാം ബിഗുന്നയുടെ ഹർഫുകൾ ഏവ? നൂന്, വാവ്, മീമ്, യാ. ഇനി നക്തക്ഷിഫു അഹ്വാൽ നൂന് സാക്കിനത്തി വ തൻവീൻ മിനൽ ആയാത്തി സാബിഖത്തി നേരത്തെ നമ്മൾ പാഠത്തിൽ പറഞ്ഞ ആയത്തിൽ നിന്നും
ഓരോ ഈ 3 വിധികൾ ഇദ്ഗാം ബിലാ ഗുന്ന, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഹാർ, ഇത് എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് അവിടുന്ന് എണ്ണി കണ്ടെത്തണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇദ്ഗാം ബിലാ ഗുന്ന 3, ഇദ്ഗാം ബിഗുന്ന 4, ഇദ്ഹാർ 4 ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇനി അടുത്ത നഖ്റ സൂറത്തു റൂം വനക്തശിഫു മിസാലൈനി ലിൽ അഹ്കാമിൽ ആത്തിയ. താഴെ പറയുന്ന ഓരോ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അക്ഷരങ്ങൾക്ക് ഓരോ വിധികളുണ്ടല്ലോ. ഹംസ ആകുമ്പോൾ ഇദ്ഹാറാണ്, ഹാ ഇദ്ഹാറാണ്, അങ്ങനെ ഓരോന്നും. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ സൂറത്തു റൂമിൽ നിന്നും കണ്ടെത്തണം. അപ്പോൾ ഹംസക്ക് നമ്മൾ കണ്ടെത്തി മിൻ അൻഫുസിഹിം, മിൻ അൻഫുസിഹിം തൻവീൻ സാക്കിന നൂനെ വെളിവാക്കി. അടുത്ത് വറഹ്മതൻ ഇന്ന, റഹ്മതൻ ഇന്ന തൻവീനെ വെളിവാക്കി, തൻവീന് ശേഷം ഹംസ വന്നു. അടുത്ത മിൻഹും സാക്കിന നൂന് ശേഷം ഹാ വന്നു, മിൻഹും, അപ്പോൾ സാക്കിന നൂനെ വെളിവാക്കി. അടുത്ത ഐനിന് ഉദാഹരണം മിൻ ഇബാദിഹി, മിൻ ഇബാദിഹി ഒക്കെ ഇദ്ഹാറാണ്. ഹഖൻ അലൈന തൻവീനെയും വെളിവാക്കി, ഇവിടെ സാക്കിന നൂനെയും വെളിവാക്കി. ഈ 2 അക്ഷരങ്ങൾക്ക് അതിൽ ഉദാഹരണം കണ്ടിട്ടില്ല, നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ എഴുതാവുന്നതാണ്. ഖാഇന് സാക്കിന നൂനിന് ശേഷം ഒരു ഉദാഹരണം കണ്ടു. അൻ ഖലഖ ലക്കും, അൻ ഖലഖ ലക്കും സാക്കിന നൂനെ വെളിവാക്കി. കാരണം എന്തിൻ്റെ അക്ഷര? ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. അടുത്ത ലാമാണ്. ലാം ഇദ്ഗാമും ബിലാ ഗുന്നയാണ്. ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. എങ്ങനെ ഓതും? യകുല്ലഹു, യകുല്ലഹു. കാരണം കാഫ് കഴിഞ്ഞാൽ നേരെ ലാമിലേക്കാണ് പോകണം. യകുല്ലഹു, യകുൻ ലഹു എന്നല്ല പറയണത്, യകുല്ലഹു ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം. അടുത്ത ഇനി അതിൽ നൂനിന് ഉദാഹരണം, നൂന് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. അപ്പോൾ ഗുന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. മിന്നാസിരീൻ. അടുത്തത് റാ ആണ്. റാ ഇദ്ഗാം ബിലാ ഗുന്നയാണ്, ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. മിർരിബൻ, മിർരിബൻ, മിൻ റിബൻ അല്ല, മിർരിബൻ. പിന്നെ എന്ത് പാടില്ല? ഗുന്നത്ത് പാടില്ല. മിൻ റിബൻ എന്ന് പറയാനും പാടില്ല, മിർരിബൻ. അടുത്ത മിർറഹ്മതിഹി, മിർറഹ്മതിഹി. ഓക്കെ. അടുത്ത വാവ്. വാവിന് തൻവീന് ഒരു ഉദാഹരണം കാണാം. ഖുവ്വതൻ വ ആസാറ. തൻവീന് ശേഷം വാവ് വന്നാൽ, ഇത് വാവ് വന്നാൽ ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. അങ്ങനെ ഇൻഷാ അല്ലാഹ് മീമിൻ്റെ ഉദാഹരണം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ യാഇൻ്റെ ഉദാഹരണം. ഇങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.